സീരിയസ് ആയിട്ട് ഇരിക്കുന്നോ? അല്ല എന്തോ നോക്കടിച്ച ഇഞ്ചി കടിച്ചാരോന്ന് പറയൂലേ, അതുപോലെ ഇരിപ്പുണ്ട്. ഞാൻ നമ്മുടെ ജീവിതത്തെ പറ്റി ആലോചിക്കായിരുന്നു മണി. എന്തോന്നു? അല്ല, ജീവിതത്തിന്റെ 3/4 ഭാഗം നമ്മൾ ജീവിച്ചു കഴിഞ്ഞു. അത് നിങ്ങൾക്ക്, എനിക്ക് പകുതിയേ ഉള്ളൂ ജീവിതത്തിന്റെ. പക്ഷെ നമ്മള് ഓൾമോസ്റ്റ് സന്തോഷത്തോടുകൂടി തന്നെയായിരുന്നല്ലേ ജീവിച്ചത്. സംശയമുണ്ടോ? എന്തോന്ന് ഇങ്ങനെ ഇഴഞ്ഞഴിഞ്ഞ് പോണ്. ഇനിയിപ്പോ എന്തോന്നു, ഇനിയിപ്പോ പ്രത്യേകിച്ചൊന്നും ചെയ്യാനും ഇല്ല. ജീവിതം മടുത്തെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, ആത്മഹത്യ ചെയ്യാൻ. ഇവിടെ പിള്ളേരെ കാര്യം നോക്കാറുണ്ട്. അത് ഞാൻ നോക്കും. നല്ല തട്ടിപോലെ ഇരിക്കില്ലേ. എവിടെ പോയി? പാല് വയ്ക്കാൻ പോയാ? ഇതെന്താ ഒരുമാതിരി ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലെ ഇരിക്കുന്നത്? ഞാനും അതന്നെ പറഞ്ഞത്. അളിയ, ഞാനൊരു തമാശ പറഞ്ഞല്ലേ. എന്റെ പെങ്ങടെ ഭർത്താവിനെ കയറി ഞാൻ കുരങ്ങാന്ന് വിളിക്കുവോ? എവിടെ പോയി? ഞാനേ ഇച്ചിരി പാലും മുട്ടയും വാങ്ങിക്കണമായിരുന്നടി. ഈ ഇടയായിട്ട് എന്റെ ശരീരത്തിന് ഇച്ചിരി പുഷ്ടിമോ കുറഞ്ഞോന്ന്. സത്യം. ആണോ? കുറഞ്ഞു. ക്ഷീണിച്ചിരിക്കുക ആണോ? മസിലെല്ലാം പോയി. പണ്ടത്തെ ഒരു ഗുമ്മില്ല ഇപ്പൊ. ശരിയാക്കി എടുക്കാം, ശരിയാക്കി എടുക്കാം. അയ്യോ പൊട്ടിത്തെറിച്ച പോലെ അയ്യോ വിട്ടു തിരിച്ചു വന്നു. യവനിതെന്താ പറ്റിയത്? കിടന്നുള്ളുന്ന് റബ്ബർ പാലും വല്ലതും കുടിച്ചോ? പാലൊന്നും അല്ലണ്ണാ. തട്ടല്ലേ തട്ടല്ലേ, മുട്ടാൻ പാലും ആന്നേ. മുട്ടയും പാലും? ആ, മുട്ടയും പാലും. ഈ ഇടയായിട്ടേ എനിക്കൊരു ക്ഷീണമുള്ള ശരീരത്തിന് മൊത്തത്തിൽ. അതെ, ഞാന് ഒരു 4 മുട്ടയും ഒരു 2 ഗ്ലാസ് പാലും അടിച്ചിട്ട് വരാം. ഓക്കെ ഓക്കെ ഓക്കെ. എന്തുവാടാ, ഫുൾ ജോളി മൂട്ടിലാണല്ലോ. സെറ്റ് അല്ലേ നമ്മളെപ്പോഴും? വേണ അണ്ണ ഔട്ട് കംപ്ലീറ്റ്ലിടാ. കംപ്ലീറ്റ് എന്നാ മൂഡ് ഉണ്ടാക്കാനുള്ള പരിപാടി ഒന്നുമില്ല. നീ പോ. അങ്ങനെ വേണേ. എവിടെ കൊണ്ടുപോട്ടോ? എടുത്തോണ്ട് പോയി കളാ. എവിടെ കൊണ്ടുപോയി വളർത്താ ഞാൻ. എന്ത് കാര്യം പറ. അണ്ണാ മെർക്കൂറി ലാംബൂബി എന്തോന്നേ ഇതൊക്കെ? ചുമ്മാ എന്ത് കാര്യം തോന്നുന്നു? അയ്യാ വിട്ട് തിരിച്ച് മെർക്കൂറി. എന്തോന്ന് ഇത് രാവിലെ കളിക്കണം? ഒരു കാര്യം പറയാനില്ലേ? എന്തോന്ന് കാര്യം? കേട്ടോ, എന്റെ ഒരു വമ്പൻ ഐഡിയ ഉണ്ട്. എന്തെങ്കിലും കുഴപ്പമായിരിക്കും. അതെന്നാ പിന്നെ ഞാൻ ഐഡിയ പറയുമ്പോൾ കുഴപ്പമൊന്നും. അല്ല, ഇതുവരെയുള്ള കാര്യങ്ങൾ അങ്ങനെയാണല്ലോ. നീ കാര്യം പറ. അങ്ങനെ സ്നേഹത്തോടെ പറയാലേ പറയുള്ളൂ. നീ പറയടേ, നീ പറ. മൊത്തം കേട്ടിട്ട് ഇങ്ങോട്ട് അഭിപ്രായം പറയാം. അതിന്റെ ഇടയിൽ ചാങ്ങൊന്നും വെള്ളം വയ്ക്കില്ല. വയ്ക്കൂ? ഇല്ല, പറ. ആ, അണ്ണ ഈ റെഡ് മെർക്കുറി എന്ന് കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടൊന്നുമില്ല. ആ, എനിക്കാരും കേട്ടിട്ടില്ലെന്ന്. അതായത് നമ്മുടെ പഴയ വിന്റേജ് റേഡിയോ ഉണ്ടല്ലോ. ഓ, റേഡിയോ. ഓ, പഴയ TV ആന്റിന ഉള്ള കറക്ക് കമ്പനിയിലെ ഫോണ്. നീ കാര്യം പറ. അതിനകത്തൊക്കെ ഈ സാധനം ഉണ്ട്. അതുകൊണ്ട് അതായത് 10 മില്ലിക്ക് 10 ലക്ഷം രൂപയാണ് തന്നെ. ഞാൻ പോട്ടോ? എവിടെ പോണോ? എനിക്കത് വേണോ? അണ്ണ അതല്ലേ നമ്മളെ പരിപാടി. എന്റെ ഒരു കൈക്കാരൻ്റെ വീട്ടിൽ ഞാൻ പോയപ്പോഴേ പഴയ ഒരു റേഡിയോ ഇതാ ഇങ്ങനെ ചിരിച്ചിരിക്കുന്നു. അവരാണ് ഇതിനെ പറ്റി വലുതായിട്ടൊന്നും അറിഞ്ഞൂടാ. നിനക്കറിയാമോ? എനിക്കറിയാവുന്നതല്ലേ ഞാൻ പറഞ്ഞു തന്നത്. ഓ, നമ്മളത് എടുക്കുന്നു. റെഡ് മെർക്കുറി ബ്ലാക്ക് മാർക്കറ്റിൽ കൊടുക്കുന്നു, എണ്ണി വാങ്ങിക്കുന്നു. ഏത്? ഈ കരിഞ്ചന്തയില്ല. ഓ, ഈ കരിഞ്ചന്ത പൂഴ്ത്തി ഞാൻ ഇല്ല ഇതിനൊന്നും. അണ്ണൻ പോണ്ട, ഞാൻ വെക്കോളാം. നിനക്കറിയുമോ? എന്റെ വേറൊരു കൈക്കാരൻ അറിയാം. അവൻ വഴി പോകും ഞാൻ. അപ്പൊ അവൻ ചുമ്മാ തരുമോ നിനക്ക്? അവൻ ചുമ്മാ തരൂല. അവൻ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു എമൗണ്ട് കൊടുത്ത് ഞാൻ അത് കൈക്കലാക്കി. അങ്ങനെ. എത്ര രൂപ? അതായത് കുറച്ച് ആദ്യം ഇറങ്ങണം. ഒരു 20K. 20,000? ഓ, പിന്നെ ചുമ്മാ നോക്കൂ. അതിന് പൈസ എവിടെ നിന്ന്? പൈസ എന്തിനാ? അണ്ണൻ തരും. ഞാനാ? എന്റെ എത്ര പൈസ ഒന്നുമില്ല. അണ്ണന്റെ എത്ര ഉണ്ട്? എന്റെ ഒരു 5,000-6,000 രൂപ. ആ, മതി. അത് തന്നാ മതി. ഒരു 10,000 രൂപ എന്റെ ഉണ്ട്. ഞാൻ ഒരു 9,000 രൂപ ഇടാം. പിന്നെ അപ്പൊ പിന്നെ ഒരു 5,000 രൂപ ഇല്ലേ? 5,000 വേണം. അത് മണിക്കൂട്ടൻ വാങ്ങിക്കാമല്ലോ. മണിക്കൂട്ടൻ്റെ ചെല്ലേ ഇപ്പൊ തരും.
അങ്ങനെ ചിരിച്ചൊന്നും കളയണ്ട. മണിക്കൂട്ടണ്ണൻ ഇപ്പൊ പഴയ മണിക്കൂട്ടണ്ണനൊന്നും അല്ല, അല്ല മണിയുള്ള കുട്ടാണ്ണനാണ്, അറിയാമോ? മണിയുള്ള കൂട്ടാണ്. ഡേയ് ഇതൊക്കെ നടക്കൂ? ഇതൊക്കെ നടക്കും. 5000 രൂപ വാങ്ങിച്ചു തന്നു, 10000 രൂപ തിരിച്ചു കൊടുത്താ പോലും. അത് ഓക്കെ അല്ലേ? ഉള്ളത് തന്നെ ഇതൊക്കെ ഉള്ളത് തന്നെന്ന്. പൈസയുടെ കാര്യമല്ല, ഈ റെഡ്മിഡ് കുടിയുടെ കാര്യം ഉള്ളത് തന്നെയെന്ന്. ഇതാണ് എനിക്ക് പിടിക്കാത്ത. ഞാൻ പിന്നെ ഇപ്പം കളി കളിക്കണേ, കാണിച്ചാലേ യൂട്യൂബ് അങ്ങോട്ട് എടുക്കണം. എന്താണ്ട കണ്ട ഫുള്ള് ഞാൻ തപ്പി വെച്ചിട്ടുണ്ട്. റെഡ് അടിക്കുമ്പോൾ തന്നെ വരണം. എന്താ എന്താ സമാധാനമായിട്ടിരുന്ന് വായിച്ചോ? സിലിണ്ടർ സിലിണ്ടർ പോലെയാണ് ഇരിക്കണത്. കണ്ട 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 നിന്റെ കാര്യമായിട്ടാണ് എനിക്കൊരു ഡൗട്ട്. അയ്യോ എന്റെ കാര്യം ഞാനല്ല വെച്ചത്, പണ്ടുള്ളവർ വെച്ചത്. നമുക്ക് എടുത്താൽ മതി. എന്ത് ചെയ്യാല്ലേ? പിന്നെ അല്ലാതെ പൈസ ഇടുന്ന കേസല്ലേ. ഇപ്പൊ തൽക്കാലം മണി ആരും അറിയണ്ട. അറിയണ്ട, അതാണ് എനിക്ക് ഇഷ്ടം. എന്ത് പറയുന്നത്? മണിക്കൂട്ടൻ എന്ത് പറയണ്ട്? അപ്പൊ കൊട അണ്ണാ കൈ ഇങ്ങോട്ട്, കൊട അണ്ണാ കൈ ഇങ്ങോട്ട്, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് ഇങ്ങോട്ട്